നെക്സ്റ്റ് മന്ത് ഋതുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹോള് നോക്കിയിട്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ നടക്കുന്നു. ഇപ്പോൾ ഒരെണ്ണം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എടുത്ത വീഡിയോസ് എല്ലാതും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹോട്ടൽ നോക്കണം, എല്ലാതും കൂടിയിട്ട് ഭയങ്കര തിരക്കായിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ ഫോർച്യൂൺ പ്ലാസയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഹോളും കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 25-30 പേര് മാക്സിമം അത്രയായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് ഇത്രയും വലിയ ഹോൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും സ്പേസ് വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ വേറൊരു ഓപ്ഷനും കൂടി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രാൻഡിൽ പോയി. അവിടെ ഞങ്ങൾക്ക് അവിടെ നമുക്ക് ഡേറ്റ് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഹിൽട്ടൺ കിസൈസിലുള്ളത് പോയി, ഇവിടെയും ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച ഡേറ്റിന് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫില്ലായിട്ടുണ്ടായിരുന്നു. ഓരോ ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് കൺഫേം ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഹിൽട്ടൻ്റെ തന്നെ, ഹാംപ്ടൺ ബൈ ഹിൽട്ടൻ്റെ ഒരു ദേരയിലുള്ള ഹോട്ടലിലാണ് ഇപ്പം നമ്മൾ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ഇനിയും നമുക്ക് കുറേ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാനൊരു വരുന്ന വീഡിയോസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഒരു ഹോട്ടൽ ഫിക്സ് ആയപ്പോൾ തന്നെ പകുതി ഏറെ നമുക്ക് ഒരു ടെൻഷൻ ഫ്രീ ആയി. നമുക്ക് ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ തിരക്ക് കാര്യങ്ങളൊക്കെ, സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. ഇപ്പോൾ നമുക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.